ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഒരു ഷെസ്വാൻ ബീഫ് റെസിപ്പിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിനായി ഒരു 300 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്കിട്ട് ഒരല്പം ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതിലേക്ക് ചേർക്കാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ബീറ്റ് ചെയ്ത മുട്ടയിൽ നിന്നും 2.5 ടേബിൾ സ്പൂൺ മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഈ ബീഫായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ബീഫാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ പൊടിയൊക്കെ ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതിപ്പോൾ തിരിച്ചു മറിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്ത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് കോരിയെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ സവാള അതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി സെല്ലറി, ഒരു ചെറിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒണിയൻ, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്, ഗ്രീൻ ചില്ലി. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാളയും ഗ്രീൻ ചില്ലിയും ജിഞ്ചർ ഗാർലിക്കും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോഴേക്ക് നമുക്കിതിലേക്ക് ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം സെല്ലറി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് വാടി വരേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ആഡ് ചെയ്തിട്ട് അതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസും ആഡ് ചെയ്ത് കൊടുക്കാം. ഷെസ്വാൻ സോസിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് വാടിയാൽ മാത്രം മതിയാകും. ഇതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഈ ഗ്രേവിയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഈ ഗ്രേവി എല്ലാ ബീഫിലേക്കൊന്ന് പിടിക്കണം. ഇനി ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടർ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ തന്നെ വേഗം കുറുകി വരും. ഇപ്പോൾ ഇത് ഓൾറെഡി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഒണിയനും ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഷെസ്വാൻ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ശരി, പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും ശരി, ഫ്രൈഡ് റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.